DCC പ്രസിഡന്റ് പ്രിയങ്കരനായിട്ടുള്ള പാലൂർ രവി, കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള അധ്യക്ഷൻ, നമ്മുടെ മുൻ KPCC പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ VM സുധീരൻ, അധ്യക്ഷ വേദിയിലെ ബഹുമാന്യരായിട്ടുള്ള ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ VK അരിവഴകൻ AIC സെക്രട്ടറി, PC വിഷ്ണുനാഥ് AIC സെക്രട്ടറി, ശ്രീ VS ശിവകുമാർ, ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ശ്രീ എം ലിജു, KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ, പ്രിയങ്കരനായ N ശക്തൻ, ശ്രീ DS ബാബു, ശ്രീ ബോധൻ, ശ്രീ മര്യാദൻ ശ്രീകുമാർ, പ്രിയപ്പെട്ട MLC MLA ശ്രീ ശരജിത് പ്രസാദ്, പ്രിയങ്കരായിട്ടുള്ള മുൻ DCC പ്രസിഡന്റുമാർ ശ്രീ പീതാംബരക്കുറുപ്പ്, ശ്രീ കരകുളം കൃഷ്ണപിള്ള, ശ്രീ ഏറ്റുകരസൻ, ശ്രീ K മോഹൻകുമാർ, മുളക്കാട് സുരേഷ്, വർക്കല കഥ, ശ്രീ PK വേണുഗോപാൽ, വേദിയിലെ മറ്റു നേതാക്കളെ, സദസ്സിലിരിക്കുന്നവരെല്ലാം നേതാക്കളാണ്. എത്രയും പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ കോൺഗ്രസ് നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, മറ്റു ഇന്ന് ഗാന്ധി രക്തസാക്ഷി ദിനമാണ്. ലോകമെങ്ങുമുള്ള സമാധാനകാംക്ഷികളുടെ മനസ്സിനകത്ത് ഭൂപരം പോലെ വന്നു നിൽക്കുന്ന മഹാനായ ബാപ്പുജിയുടെ രക്തസാക്ഷിത്വത്തിന് ഗാന്ധിജി കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം, ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേതാവ് മാത്രമല്ല, അതൊരാശയം കൂടിയാണ്. നമ്മുടെ ഓരോ നടപടികളിലും തീരുമാനങ്ങളിലും ഗാന്ധിയൻ ആശയങ്ങളുടെ ഇൻഫ്ലുവൻസ് ശക്തമായി നിലകൊള്ളുന്നത് നമുക്ക് എല്ലാവർക്കും. ഓരോ കോൺഗ്രസ്സുകാരനും ഇന്ന് അഭിമാനിക്കാവുന്ന ഒരു വർഷം കൂടിയാണ് 2024-25. കാരണം ലോകം ആരാധിക്കുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രണാങ്കണത്തിൽ ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള അഹിംസ അധിഷ്ഠിതമായിട്ടുള്ള സഹന സമരം നടത്തിയിട്ട് ലോകത്തിൻ്റെ മുന്നിൽ തന്നെ മഹത്തരമായ സമരമാതൃകകൾ കാണിച്ചു കൊടുത്ത മഹാനായ ബാപ്പുജി കോൺഗ്രസ് അധ്യക്ഷനായതിൻ്റെ 100ാമത്തെ വർഷം കൂടിയാണ് 2024-25. കഴിഞ്ഞ ദിവസം ബെൽഗാവിയിൽ വെച്ചാണ് 1924 ഡിസംബർ മാസം 26-ാം തീയതിയാണ് മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായി ബെൽഗാവിയിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിന് 100ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് AICC നടത്തിയിട്ടുള്ള എക്സ്റ്റൻഡഡ് വർക്കിംഗ് കമ്മിറ്റിയും ആദരണീയനായ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മരണം മൂലം നിർത്തിവെക്കേണ്ടി വന്ന പൊതുസമ്മേളനം അടുത്ത ദിവസം വീണ്ടും നമ്മൾ നടത്തിയിട്ടുണ്ടായി. വളരെ കർമ്മനിരതമായിട്ടുള്ള ഒരു വർഷത്തെ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഓരോ കോൺഗ്രസ്സുകാരൻ അഭിമാനിക്കണം. നമ്മുടെ ആകെ ഒരു വർഷക്കാലം മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ മഹാത്മാഗാന്ധി ഉണ്ടായത്. 1924-25 നമ്മളെല്ലാം അഭിമാനിക്കുന്നത് ഗാന്ധിജി പ്രസിഡന്റായ കോൺഗ്രസിൻ്റെ സന്നദ്ധപടനായി, പ്രവർത്തകനായി, നേതാവായി ഈ തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമാന്തരങ്ങളിൽ, നഗരങ്ങളിൽ, പ്രദേശങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഗാന്ധിയൻ ആശയങ്ങളെ സംരക്ഷിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഉത്തരവാദിത്വപൂർണ്ണമായ നടപടിയുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള വർഷം. അതുകൊണ്ട് ഒരു വർഷക്കാലം നമുക്ക് ഡിസിപ്ലിനെ സൂചിപ്പിക്കുകയുണ്ടായി. ഗ്രാമങ്ങളിലേക്ക് മടങ്ങാനാണ് മഹാത്മാജി നമ്മളോട് പറഞ്ഞത്. അതുപോലെ സാധാരണക്കാരായ ഗ്രാമീണരുടെ ഇടയിൽ ചേർന്ന് ഇപ്പം നമുക്ക് വാർത്തയിൽ ഇപ്പോഴും പോയാൽ അറിയാം ആ ഗ്രാമത്തിൻ്റെ ഭംഗി. മഹാത്മജി എങ്ങനെയായിരുന്നു ഗ്രാമവാസി വാർത്തയിൽ താമസിക്കുന്ന സമയത്ത് പോലും ഗ്രാമവാസികളുമായി എങ്ങനെ ആശയവിനിമയം നടത്തി എന്നുള്ളത്
നമ്മളിപ്പോൾ അവിടെ ട്രെയിനിങ് AICCയുടെ ട്രെയിനിങ് ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പൊ ഓരോ പ്രവർത്തനത്തിന്റെയും ഭാഗമായി ഗ്രാമവാസികളിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് പോകുക എന്നുള്ള മഹത്തരമായ ശൈലി നാടിന് പകർന്നു തന്ന മഹാത്മാഗാന്ധിയുടെ ഈ ഒരു വർഷം ഈ രാജ്യത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സമകാലീന രാഷ്ട്രീയം ആവശ്യപ്പെടുന്ന, സമകാലീന ഇന്ത്യ ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന നിരന്തരമായ ക്യാമ്പയിനാണ് AICC ആവിഷ്കരിച്ചിരിക്കുന്നത്. ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ എന്ന ക്യാമ്പയിൻ. നിങ്ങൾക്കറിയാം അത് നടക്കുന്നത് എന്താണ്? മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ അതിശക്തമായ പോരാട്ടം. നമ്മളാരും ആ പോരാട്ടത്തിൽ പങ്കെടുത്തവരല്ല, പക്ഷെ നമ്മുടെ പൂർവികർ. 10,000-കണക്കിന് ആളുകൾ ജയിലുകളിൽ പോയി, 1000-കണക്കിന് ആളുകൾ മരിച്ചു വീണു, 10,000-കണക്കിന് ആളുകൾ മരിച്ചു വീണു, രക്തസാക്ഷികളായി. അങ്ങനെ സ്വന്തം വീടും ജീവിതവും ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഇറങ്ങിയ ധീരദേശാഭിമാനികളായ സ്വാതന്ത്ര്യ സമരത്തിന്റെ രക്തസാക്ഷികളെ, അതുപോലെ ത്യാഗം ചെയ്ത് ജയിലിൽ കിടന്നവരെ ഒക്കെ നമ്മൾ നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നവരാണ് ഈ രാജ്യത്തെ ജനങ്ങൾ. പക്ഷെ അവിടെ ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നിലപാട് എന്താണ്? രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുണ്ടാകും, പക്ഷെ ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് രാജ്യഭരണം കൈയാളുകളാണ് അവർ. നമ്മൾ ആലോചിക്കണം, RSSന്റെ നേതാവ് മോഹൻ ഭാഗവതിന്റെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനകൾ അടുത്ത കാലത്ത് വന്നതൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് 47-ലല്ല സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് പറയുന്ന നേതാവ് 47-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്ജ്വലമായ പോരാട്ടത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷികളായിട്ടുള്ള 10,000-കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഈ നാട്ടിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത ജനസംഘവും BJPയും അല്ലെങ്കിൽ RSSും അതിൽ ആവേശം കൊള്ളുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് അവരെ വിടുകയാണ്. അവർ ആവേശം കൊള്ളണമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. അവരതിൽ പങ്കെടുത്തിട്ടില്ല, അവർക്ക് അതിൻ്റെ പൈതൃകമില്ല. പക്ഷെ അന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ആ സ്വാതന്ത്ര്യത്തിന്റെ ഫലമായിട്ട് അവരുടെ നേതാക്കന്മാർ മുഖ്യമന്ത്രിമാരായി, ഈ രാജ്യത്ത് പ്രധാനമന്ത്രിമാരായി, എല്ലാ ഭരണകേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പൊ പറയുകയാണ് 47-ൽ കിട്ടിയ സ്വാതന്ത്ര്യം. അന്നും പറഞ്ഞിരുന്നു ഓർഗനൈസർ, ഭരണഘടനയെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇത് ഇന്ത്യയുടെ ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടനയല്ല, വിദേശ ഭരണഘടനയാണ് എന്നായിരുന്നു ഓർഗനൈസറിന്റെ അന്നത്തെ മുഖപ്രസംഗം. ആ നിലപാട് ഇപ്പോഴും പറയുന്ന ഒരു പാർട്ടി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. RSS നിയന്ത്രിക്കുന്ന ഒരു ഗവൺമെന്റാണല്ലോ ഈ രാജ്യത്തുള്ളത്. അവരൊക്കെ പറയുകയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, 47-ൽ കിട്ടിയത് ഇപ്പോഴാണ്. നരേന്ദ്രമോദി ഭരിക്കുമ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം. എന്നാൽ മറ്റൊരു വശം എന്താണ്? മഹാത്മാഗാന്ധിയുടെ പോരാട്ടത്തിന്റെ ഫലമായിട്ട് നടത്തിയ സ്വാതന്ത്ര്യത്തിലൂടെ നമുക്ക് വന്ന മനുഷ്യാവകാശങ്ങളും പത്രസ്വാതന്ത്ര്യവും പൗരാവകാശങ്ങളും ഇതുപോലെ ലംഘിക്കപ്പെട്ടൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ആരെങ്കിലും സർക്കാരിനെതിരായി പ്രതികരിച്ചാൽ ആ പ്രതികരിക്കുന്നവരെ അകത്താക്കുന്ന ഗവൺമെന്റ്, അതിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും CBIയെയും എല്ലാ ഏജൻസികളെയും അയച്ച് ആരെങ്കിലും എതിർ ശബ്ദം ഉയർത്തിയാൽ അവരെ നിശബ്ദരാക്കാൻ ഭരണയന്ത്രം പൂർണ്ണമായി ദുരുപയോഗപ്പെടുത്തുന്ന സർക്കാർ. പൗരാവകാശങ്ങളെ ഇത്രയും നിശിതമായി ശക്തമായി ഇല്ലാതാക്കുന്ന ഒരു സർക്കാരാണ്. അവരാണ് ഇപ്പൊ പറയുന്നത് സ്വാതന്ത്ര്യം ഇപ്പോഴാണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ ഒരു വൈരുദ്ധ്യം, ഇത് വൈരുദ്ധ്യം മാത്രമല്ല, ഇത് ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റം കൂടിയാണ് BJPയും RSSും പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് പ്രചരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ മൊത്തം സ്വത്ത് മഹാത്മാഗാന്ധി ഗ്രാമങ്ങളിലേക്ക് മടങ്ങാൻ പറഞ്ഞു. സാമ്പത്തിക തുല്യത എല്ലാവർക്കും കിട്ടാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷെ ഇപ്പൊ രാജ്യത്തിന്റെ സമ്പത്ത് ചില ആളുകൾക്ക് മാത്രം ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തത്തിലാണ് മോഡി ഗവൺമെന്റ്. എല്ലായിടത്തും കോർപ്പറേറ്റ് അധിഷ്ഠിത പരിപാടികളാണ് നടത്തുന്നത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ കടൽ ഖനനം ചെയ്യാൻ വേണ്ടി പോകുന്നു, കാട് ഖനനം ചെയ്യാൻ വേണ്ടി പോകുന്നു. ഭൂമി നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പൊ കടലും കാടും കൂടെ ഖനനം ചെയ്യാൻ വേണ്ടിയിട്ട് സ്കോപ്പ് പരിശോധിച്ച് നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കുത്തക പുരുഷ മുതലാളിമാരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ BJP രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഗൗരവാവസ്ഥയാണ്. അതിന്റെ ഏറ്റവും വലിയ വിരോധാഭാസമാണ് നമ്മുടെ നാട്ടിൽ ചൂണ്ടിക്കാണിക്കേണ്ടത് ചെയ്യുന്നത് എന്നാണ് പറയാനാണെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അതുകൊണ്ട് കൂടിയാണ്. അതുകൊണ്ടാണ് PCC പ്രസിഡന്റ് ഇവിടെ പറഞ്ഞത് വ്യക്തമാണ്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു കാര്യവുമില്ല. വിലക്കയറ്റം രൂക്ഷം, തൊഴിലില്ലായ്മ രൂക്ഷം, സാധന വിലകൾ കുതിച്ചു വരികയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഒരു നടപടിയുമില്ല. സമ്പദ്ഘടന ഇന്ത്യയിൽ തകർന്നിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ കാര്യം പറയേണ്ട കാര്യമില്ല. സാധാരണക്കാരുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തിൽ അവർക്ക് ആകെ ഒരു നടപടി മാത്രമേ ഉള്ളൂ: ജനങ്ങളെ വിഭജിക്കുക, ഭിന്നിക്കുക, ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുക. ഭരണഘടന എന്തൊക്കെ പ്രദാനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. നമ്മൾ ഈ രാജ്യത്ത് നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വാർഷികം കൂടിയാണിത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന്റെ 75ാമത് വാർഷികം കൂടിയാണ്. നമ്മൾ കോൺഗ്രസ് കഴിഞ്ഞ ഒരു മാസം എല്ലായിടത്തും ആഘോഷം. ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കർ, മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഈ നേതാക്കന്മാരെല്ലാം നിരന്തരമായി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് BJP. ഒരു ഭാഗത്ത് ഭരണഘടന തലയിൽ തൊട്ടി വെച്ച് കൊണ്ട് ഭരണഘടനയാണ് ഞങ്ങൾക്ക് എല്ലാം എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ മോഡി, മറുഭാഗത്ത് ഭരണഘടന നിർമ്മാണ ശില്പികളെ പോലും പരസ്യമായി അപമാനിക്കുന്ന പാർലമെന്റിനകത്ത് അമിത്ഷാ പറഞ്ഞ പ്രസംഗം നിന്ന് അംബേദ്കർ 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 എന്ന് 6-7 പ്രാവശ്യം പറഞ്ഞാൽ അതുപോലെ നിങ്ങൾ ഭഗവാന്റെ പേര് പറഞ്ഞ് നിങ്ങളെല്ലാം സ്വർഗത്തിൽ പോയേനെ എന്നാണ് അമിത്ഷാ പാർലമെന്റിൽ പ്രസംഗിച്ചത്. എന്താണ് അംബേദ്കറുള്ള സമീപനം എന്ന് വ്യക്തമാക്കുന്നതല്ലേ അത്? എന്താണ് ഇന്ത്യൻ ഭരണഘടനയോടുള്ളത്? 400 സീറ്റ് വാങ്ങും, 400 സീറ്റ് കിട്ടിയാൽ മാത്രമേ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് 400 സീറ്റുമായി BJP വരും, ഞങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ചെയ്യും എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ചെയ്യുന്നത്? ലോകത്തിലെ തന്നെ ഏറ്റവും ഉത്തമമായ ഭരണഘടന എന്ന് ലോകത്തിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ നിരീക്ഷണന്മാരും നടത്തുന്നവരും ഒക്കെ തന്നെ പറഞ്ഞ ഇന്ത്യൻ ഭരണഘടനയെ എന്തിനു വേണ്ടിയിട്ടാണ് ഭേദഗതി ചെയ്യുന്നത്? അടിസ്ഥാന തത്വങ്ങളെ ഭേദഗതി ചെയ്യുന്നത്. ഓരോ ദിവസം എടുത്തു നോക്കുന്ന വാർത്തകൾ എടുത്തു നോക്കണം. ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടി മാത്രമുള്ള തീരുമാനങ്ങളും അതും നാട്ടിലെ ജനങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നു. അവർ പട്ടിണി കിടക്കുന്നതില്ല. ജനം മുഴുവൻ പട്ടിണിയിലായാലും അവരെ ഭിന്നിക്കാൻ വേണ്ടിയിട്ടുള്ള വർഗീയത വിളമ്പുകയാണ് BJPയുടെ മുഖ്യ ജോലി. അപ്പൊ അതുകൊണ്ട് തന്നെ ഭരണഘടനയെ പോലും ഇല്ലാതാക്കുന്ന, അതിനെ ചെറുതാക്കി കാണിക്കുന്ന സമീപനം അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റിൽ അതിനു വേണ്ടി ശക്തമായ പ്രക്ഷോഭമായിരുന്നു. അമിത്ഷാ പിൻവലിക്കണമെന്ന് മാപ്പ്. അത് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനയിൽ എല്ലാം ഉണ്ട്. എനിക്ക് ജീവിക്കാനുള്ള അവകാശം. ആർട്ടിക്കിൾ 20 കൊണ്ടെടുത്താൽ എന്താ ഭരണഘടന ആർട്ടിക്കിൾ 20 കൊണ്ട് പറയുന്നത്? ഒരു പൗരന് ജീവിക്കാനുള്ള അവകാശമാണ്. ജീവിക്കാൻ വേണമെങ്കിൽ ഭക്ഷണം വേണം, നിയമസമാധാനം ഭദ്രമാവണം, അവൻ്റെ ആരോഗ്യം പരിരക്ഷിക്കപ്പെടണം. അപ്പൊ ഇതിലെല്ലാ ജനകീയ വിഷയങ്ങളും വരും ഭരണഘടനയിൽ വരുന്നു. എല്ലാ ജനകീയ വിഷയം. അതുകൊണ്ട് ഈ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി ജയ് സംവിധാൻ ക്യാമ്പയിൻ ഒരു വർഷക്കാലം നടത്തുകയാണ് കോൺഗ്രസ്സുകാര് ജോലി. അതുകൊണ്ട് ഈ ഒരു വർഷക്കാലം വെറും ക്യാമ്പയിൻ അല്ല, നമ്മൾ വലിയ വിപുലമായിട്ടുള്ള 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ജാഥയിൽ ആദ്യം നമ്മുടെ സന്ദേശം ഗ്രാമങ്ങളിലെത്തുന്ന ഗ്രാമീണ പദയാത്രകൾ കേരളമെമ്പാടും നടത്തുക ഈ ഒരു വർഷക്കാലം എന്നുള്ളതാണ് AICC സംസ്ഥാന കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാ കോൺഗ്രസ് യൂണിറ്റുകളും ആവശ്യപ്പെട്ടിരിക്കുന്നു. അടുത്ത ജനുവരി 26 വരെ 2026 ജനുവരി 26 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളുമായി മുന്നോട്ട്. നമുക്കിനി പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ വരാൻ വേണ്ടി പോവാണ്. ഗ്രാമസ്വരാജ് അധികാരം ജനങ്ങളിലേക്ക് എന്നത് ഗാന്ധിജിയുടെ മൂലമുദ്രാവാക്യമായിരുന്നു. വിസ്മയകരമായ ജനാധിപത്യ മാറ്റങ്ങൾക്ക്
വഴിതെളിക്കുന്ന ഒന്നാണ് എന്ന് അദ്ദേഹം അന്ന് മുതലേ കണ്ടുപിടിച്ചതായിരുന്നു അധികാരം താഴെത്തട്ടിലേക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ഇലക്ഷൻ നടക്കാൻ പോകണം. ഇവിടെയാണെങ്കിലോ അത് കഴിഞ്ഞ് കേരള നിയമസഭാ ഇലക്ഷൻ നടക്കും. കഴിഞ്ഞ 8-9 കൊല്ലക്കാലമായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേന്ദ്രത്തിന്റെ മറ്റൊരു കാർബൺ പതിപ്പാണ് മോദിയുടെ യഥാർത്ഥ കാർബൺ പതിപ്പാണ്. മോഡിയോട് എങ്ങനെയാണ് ജനവിരുദ്ധ കാര്യങ്ങളിൽ മത്സരിക്കേണ്ടതെന്നായിരുന്നു പിണറായിയുടെ ആദ്യ കാലഘട്ടങ്ങളിലെ ചിന്തയെങ്കിൽ ഇപ്പൊ പിണറായി ചിന്തിക്കുന്നത് കോർപ്പറേറ്റുകാരെ സൂക്ഷിക്കാൻ എങ്ങനെയാണ് മോഡിയോട് മത്സരിക്കുക എന്നതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ചിന്ത. എല്ലാം കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെ കേട്ടിട്ടുണ്ടോ? എല്ലാ മുതലാളിമാരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തി, മുതലാളിമാർക്കും നമ്മളാരും എതിരല്ല, പക്ഷെ മുതലാളിമാർക്ക് വേണ്ടി സമ്പത്ത് തീർത്തി കൊടുക്കുന്ന, നിയമവിരുദ്ധമായി കൊടുക്കുന്ന ആശയം ഇവരുടെ പ്രകടന പത്രിക പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടതാണ്. ഞാൻ പറഞ്ഞു, മദ്യ ലഭ്യത കുറച്ച് സ്കൂളുകളുടെ എണ്ണം കൂട്ടലാണ് ഞങ്ങളുടെ ലക്ഷ്യം വിദ്യാഭ്യാസത്തിന് വേണ്ടി. അതായിരുന്നു പ്രകടന പത്രിക. ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തെ മദ്യഷാപ്പുകളുടെ അനുവദിച്ചതും അതുപോലെ തന്നെ ബിവറേജസിന്റെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം കൂട്ടിയതും നമ്മളൊന്നും എടുത്ത് നോക്കിയത്. ഇപ്പൊ കേരളം നമ്മളെല്ലാം മനസ്സിലാക്കണം, നമ്മളെല്ലാം രാഷ്ട്രീയ പ്രവർത്തകരാണ്, അവർക്കും കുടുംബത്തിൽ ജീവിക്കുന്നവരുകൂടിയാണ്. കേരളം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? ഗൗരവത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ടോ എനിക്കറിയാം. കേരളം മയക്കുമരുന്ന് മദ്യമാഫിയയുടെ അടിമപ്പെട്ട് കിടക്കുന്ന ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. നമ്മൾ ഓരോ ദിവസവും ഒരാളെ കൊന്നു, 2 ആളെ വകവരുത്തി, അച്ഛൻ മകനെ കൊന്നു, അല്ലെങ്കിൽ മകൻ അച്ഛനെ കൊന്നു എന്നൊക്കെ വായിച്ച് അന്തം വിട്ടതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണുന്നുണ്ടാവും. പക്ഷെ ഇതിൻ്റെയൊക്കെ പിന്നിലെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് കേരളത്തിൽ പടർന്ന് പന്തലിച്ചിരിക്കുന്ന മയക്കുമരുന്ന് ലോബിയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള സ്വാധീനമാണ് എന്ന് മനസ്സിലാക്കുന്നത്. പിണറായി വിജയൻ ഇത് കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇവർക്ക് വളരാനുള്ള വളക്കൂറായി മണ്ണാക്കി ഈ കേരളത്തെ മാറ്റിയെടുക്കുന്നതിൽ ഇവരുടെ നയപരമായിട്ടുള്ള പാളിച്ചകൾ കൂടി കാരണമാണ് എന്നുള്ളത് സംശയം. ഇങ്ങനെ പോയാൽ നമ്മുടെ നാട് എങ്ങോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ എത്തുകയാണ്. റേഷൻ കടകളിൽ സാധനമില്ല, പക്ഷെ എവിടെ പോയാലും മദ്യം കിട്ടും. റേഷൻ കടയിൽ അരി വാങ്ങിക്കാൻ പോയാൽ അരി കിട്ടില്ല, സാധനങ്ങൾ കിട്ടില്ല, പക്ഷെ മദ്യത്തിന് എവിടെയും ക്ഷാമമില്ല. കേരളം അങ്ങനെയുള്ള നാടാക്കി മാറ്റിയിരിക്കുകയാണ് അവർ. ഈ ഗുരുതരാവസ്ഥയിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കണ്ടേ? ഈ ഏറ്റവും അപകടമായ അവസ്ഥയിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കണ്ടേ? ഇത് കോൺഗ്രസുകാരന്റെയും ഐക്യജനാധിപത്യങ്ങളുടെയും മാത്രം സ്വകാര്യ ആവശ്യമല്ല, ഈ കേരളത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ള രാഷ്ട്രീയ മുദ്രാവാക്യം എന്നാണ് നമുക്കിവിടെ പറയാനായിട്ടുള്ളത്. അതിനുള്ള പോരാട്ടത്തിനാണ് നമ്മൾ തയ്യാറാവുന്നത്. ആ പോരാട്ടത്തിന്റെ ഏറ്റവും പ്രധാന പടിയാണ് പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ. ആ പോരാട്ടത്തിൽ ഏറ്റവും പ്രധാന പടിയാണ് പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ. അതിന് നമ്മൾ തയ്യാറാവുമ്പോൾ തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ ക്രീമായ നേതാക്കന്മാരെല്ലാം ഈ വേദിയിലുണ്ട്. അത് നമ്മൾ സ്വയം തയ്യാറാവണം എന്നുള്ള ചോദ്യമാണ് ഈ കൺവെൻഷനിൽ നമ്മൾ ആലോചിക്കുന്നത്. ഒരു കാര്യം പറയാം, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷൻ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളിൽ നമ്മളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി ആത്മാർത്ഥമായി 20 ദിവസങ്ങളിൽ മറ്റെല്ലാം മാറ്റിവെച്ച് ഇറങ്ങിയേ മതിയാകും. ഈ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ഇറങ്ങിയേ മതിയാകും. അതിന് പല ഘടകങ്ങളുണ്ട്. വാർഡിലെ സ്ഥാനാർത്ഥി നിശ്ചയിക്കണം, അത് മുനിസിപ്പാലിറ്റിയിലും വേണം, കോർപ്പറേഷനിലും വേണം, പഞ്ചായത്തിലും വേണം. പാർട്ടി സംവിധാനങ്ങൾ ശക്തിപ്പെടും. പലരോട് ഇവിടെ പറയേണ്ടായി വാർഡ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ച് കഴിഞ്ഞു പൂർണ്ണമായിട്ട്. പുനഃസംഘടന കടലാസ് ഉണ്ടായിട്ട് കാര്യമില്ല. മുസ്ലിങ്ങൾ അവർ ഫീൽഡിലുണ്ടാവും, അവർ വീടുകളിൽ കൃത്യമായി പോകുന്നുണ്ട്, അവര് എല്ലാ വീടുകളിലും പോകുന്നത്. അങ്ങ് പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പാണ്. ഞാൻ കാസർഗോഡ് ജില്ലയിലെ മീറ്റിങ്ങിലും അവർ സാന്ദർഭികമായി പങ്കെടുത്തപ്പോൾ പറയണ്ടായി, നമ്മളെല്ലാവരും, ഞാൻ മാറിയിട്ടുണ്ടല്ല പറയുന്നത്, നമ്മളെല്ലാവരും ഇപ്പം യഥാർത്ഥ യജമാനന്മാരെ ശരിയായ രീതിയിൽ മുന്നിൽ കണ്ടല്ല രാഷ്ട്രീയ പ്രവർത്തനം. യഥാർത്ഥ യജമാനന്മാർ എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ്. നമ്മുടെ വീടിനുള്ള ചുറ്റുപാടുള്ള വീടുകളിൽ എന്ത് നടക്കുന്നുണ്ട്, അവരുടെ പ്രയാസങ്ങൾ എന്താണ്, വേദന. അപ്പൊ ഈ ഒരു വർഷക്കാലത്തെ ഗൃഹസന്ദർശന പരിപാടികൾ ഒരു പ്രാവശ്യമല്ല, ഒരു വർഷം തൊട്ട് നിൽക്കുകയല്ല,
ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള ഞാനടക്കമുള്ള വെയിലിരിക്കുന്ന മുഴുവൻ ആളുകളും കൂടെ തീരുമാനിച്ച് നമ്മൾ വീട് സന്ദർശിക്കണം എന്നുള്ളത് നമ്മുടെ പാർട്ടിയുടെ നിർബന്ധമായ തീരുമാനമാണ്. പ്രസിഡന്റ് അത് നമ്മൾ തീരുമാനമാക്കി മാറ്റുക. അങ്ങനെ വീട് സന്ദർശിക്കുന്നവർക്ക് മാത്രമേ പാർട്ടിയുടെ ഭാരവാഹികളാകാൻ പറ്റൂ എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കുകയാണ്. അതുകൊണ്ട് വീടിന് ബന്ധമില്ലാത്തവർ, ആരും ബന്ധമില്ലാത്തവര്, ഞാനടക്കം തന്നെ ഞാൻ പറയുന്നത്, എത്ര തരക്കുള്ള നേതാവാണെങ്കിലും അല്ലെങ്കിൽ എത്ര തരക്കുള്ള പ്രവർത്തകനാണെങ്കിലും അവനവന്റെ പ്രദേശങ്ങളിലെ വാർഡുകളിൽ പിന്നെ ഒരു ഉത്തരവാദിത്വം നമ്മൾ തന്നെ സ്വയം ഏറ്റെടുക്കണം. നമ്മുടെ മേഖലകളിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ നല്ല സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ച്, ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടുപിടിച്ച് അവരെ ജയിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുക്കാൻ ഓരോ നേതാവും അവനവന്റെ പ്രദേശത്തെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കണം. പൂർണ്ണമായിട്ടും അവര് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ പഞ്ചായത്ത് ജയിപ്പിക്കുക, അത് നമ്മുടെ വാർഡ് ജയിപ്പിക്കുക. അതിന് പറ്റുന്ന നമ്മൾ മറ്റൊന്നും നോക്കണ്ട. ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള സ്ഥാനാർത്ഥി ആരാണോ ആ വാർഡിലെ ജനങ്ങൾക്ക് താല്പര്യം. ഇപ്പൊ നമ്മൾ ഈ പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്രാവശ്യം ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ജയിച്ച് അസംബ്ലി ജയിച്ചില്ലെങ്കിൽ ഈ കിരാത ഭരണത്തിന്റെ കെടുതികൾ ഈ നാടിനുണ്ടാക്കി കൊടുക്കാമെന്ന് മാത്രമല്ല, പിന്നെ അതൊരു തീരാശാപമായി നമ്മുടെ കയ്യിൽ നിൽക്കും എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന് പൂർണ്ണമായി നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഞാൻ പറയുന്നില്ല. അതെല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. കാരണം നമ്മുടെ ജനാധിപത്യ പാർട്ടിയാണ് അഭിപ്രായ, പക്ഷേ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു പൊതു പോയിന്റിൽ യോജിക്കുകയും നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം ഒന്നിച്ചു നടത്താൻ അവസരമാക്കിയതിനെ മാറ്റിയെടുക്കുകയും ചെയ്യുന്നതാണ്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഈ പാർട്ടിയുടെ ഭാഗമാണ്. ആരെയും മാറ്റിയെടുക്കേണ്ട കാര്യമില്ല. ഉൾക്കൊള്ളുന്നവരും തീരുമാനിക്കണം. എൻ്റെ ഇൻവോൾവ്മെന്റ് ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനാണ്, അല്ലാതെ പരസ്പരം ഭിന്നിപ്പിക്കാനാണ് ഉൾക്കൊള്ളുന്നതെന്ന് തീരുമാനിക്കണം. രണ്ടുപേരും തീരുമാനിച്ചാൽ പല പ്രശ്നം ഉണ്ടാവുമോ? ഇപ്പൊ ഞാൻ പ്രസിഡന്റാണ്, ഞാൻ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആൾ കഴിക്കണം. പ്രസിഡന്റ് എന്നെ ഉൾക്കൊണ്ടു, അതുകൊണ്ട് ഞാൻ പ്രസിഡന്റിന്റെ എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളും സഹകരിക്കണം. ഇത് രണ്ടും കൂടി ഒന്നിച്ച് തീരുമാനിച്ചാൽ എവിടെ പ്രശ്നം ഉണ്ടാവും? ഒരു പ്രശ്നം എവിടെ ഉണ്ടാവില്ല. ഇങ്ങനെയാണ് പാർട്ടി സംവിധാനം മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ അതിനെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങൾക്കും അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ബാധകമാണ്. ഞാൻ മണ്ഡലം പ്രസിഡന്റ് ആണെങ്കിൽ എൻ്റെ മണ്ഡലത്തിൽ നടക്കുന്ന കോൺഗ്രസ് സംഘടനക്കൊക്കെ നടക്കുന്ന കാര്യങ്ങളിൽ ഞാൻ ഉത്തരവാദിയാണ് എന്നുള്ള ബോധ്യം മണ്ഡലം പ്രസിഡന്റിന് നിശ്ചയമായി ഉണ്ടാകണം. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? എൻ്റെ പാർട്ടിയെ ശക്തിപ്പെടുത്താനും ആ പാർട്ടിക്ക് പരമാവധി പഞ്ചായത്തിലും നിയമസഭയിലും ജയിക്കാനും വേണ്ടിയിട്ടാണ് എന്ന് വ്യക്തമാക്കുന്ന അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുക. നമ്മുടെ ശക്തി നമുക്ക് തന്നെ അറിയാത്തതുകൊണ്ടാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, 2026 ഇലക്ഷനിൽ ഈ ജില്ലയിൽ 14 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന കാലത്തെല്ലാം നിർണായകമായ സീറ്റ് തിരുവനന്തപുരം ജില്ല 10ഓളം സീറ്റുകൾ നൽകിയ ജില്ലയാണ്. 11 കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മനസ്സിൽ വെക്കുക. ഒരു പ്രയാസമില്ല. നമ്മളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരൊന്ന് പോയി കാണുന്നതിൽ എന്താ കുഴപ്പം? തിരിച്ചു വരണം എന്ന് പറയുന്നത് എന്താ കുഴപ്പം? നമ്മളിൽ നിന്ന് ആരെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇടക്കാലത്ത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, തെറ്റിദ്ധാരണകൾ മൂലം, ലോക്കൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം കൂടി ചേർത്ത് ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള മഹത്തരമായ പോരാട്ടത്തിൽ നമ്മൾ നിൽക്കുകയാണ്. നിങ്ങളെല്ലാവരും കോൺഗ്രസിന് കൂടെ വരണമെന്ന് പറഞ്ഞാൽ അവരവരുടെ നമ്മൾ ഫോൺ വിളിച്ചാൽ പറ്റില്ല. അവരുടെ വീടുകളിൽ പോയിട്ട് സംസാരിക്കണം, തെറ്റിദ്ധാരണകൾ മാറ്റണം. ഇതായിരിക്കണം ലീഡർഷിപ്പിന്റെ ഓരോ ദൗത്യം വരുന്ന ദിവസങ്ങളിൽ. അങ്ങനെ മാറ്റി തിരുവനന്തപുരം ജില്ലയിൽ സംശയം വേണ്ട, കോൺഗ്രസ് തന്നെയാണ് ഏറ്റവും വലിയ പാർട്ടി എന്ന് തെളിയിക്കുന്നതായിരിക്കണം വരുന്ന തെരഞ്ഞെടുപ്പിലെ നമ്മുടെ പോരാട്ടം. അത് നമ്മൾ പ്രസംഗിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഫോളോ അപ്പിൽ അത് കൃത്യമായും പ്രതിഫലിക്കുകയും വേണം. അപ്പോൾ ഒന്നാലോചിച്ച്, ഇപ്പോഴിരിക്കുന്ന DCC നേതാക്കന്മാരായിരിക്കുമോ 10 സീറ്റ് അസംബ്ലിയിൽ ജയിച്ചിരിക്കുമ്പോൾ ഈ വേദിയിലിരിക്കുന്നവർ അവരുടെ ശക്തി അതായിരിക്കുമോ? ആയിരിക്കില്ല. സ്വയം ശക്തി കുറക്കാൻ നമ്മൾ ശ്രമിക്കരുത്. സ്വയം ശക്തി കൂട്ടാനാണ്. സ്വയം ശക്തി കൂട്ടുന്നത്, ജനങ്ങൾ നമ്മുടെ ശക്തി മനസ്സിലാക്കുന്നത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഉജ്ജ്വലമായി ജയിക്കുമ്പോഴാണ്. അല്ലാതെ എൻ്റെയും നിങ്ങളുടെയും വാശി താൽക്കാലികമായി തീർന്നോട്ടെ എന്ന് വിചാരിച്ച് തൽക്കാലത്തേക്ക് ഒരുത്തിനെ ഫിനിഷ് ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് ഫിനിഷ് ചെയ്താൽ നമ്മളെ ഫിനിഷ് ചെയ്യാൻ മൊത്തത്തിൽ പൊതുവായിട്ട് അപ്പുറത്ത് ആളുകൾ നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് വിനയപൂർവ്വം എല്ലാവരോടും പറയുന്നത്.
അതുകൊണ്ട് നമ്മളെല്ലാവരും പിന്നെ ഇതൊന്നും നിങ്ങൾ കുറേ പ്രചരണം നടക്കുന്നുണ്ട്. കോൺഗ്രസ് വലിയ അഭിപ്രായ വ്യത്യാസമാണ്, കോൺഗ്രസ് രൂക്ഷമാണ്, കോൺഗ്രസ് എങ്ങനെ കൂടുതലാണ്. ആ അഭിപ്രായ വ്യത്യാസം തണലിൽ വെച്ച് ഇത് പ്രചരിപ്പിക്കുന്നതിന് 1-ാം നമ്പർ ആള് പിണറായി വിജയനാണ്. വിജയനുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന ഏജൻസികളുമാണ്. അദ്ദേഹത്തിന് ഇപ്പൊ അതിലൊക്കെ മിടുക്കുണ്ട് കേട്ടോ. PR ഏജൻസികളൊക്കെ മിടുക്കുള്ള PR ഏജൻസികളാണ്. ആ മിടുക്കുള്ള PR ഏജൻസികൾ ഇപ്പൊ അവർക്ക് പറയാം, ഇങ്ങനെ പോയാൽ അതിദയനീയമായിരിക്കും കേരളത്തിൽ അവരുടെ സ്ഥിതി എന്ന് അവർക്ക് അറിയുന്നതുകൊണ്ട് അവർ കണ്ട ഒരൊറ്റ മൂല്യം എന്താണ്? കോൺഗ്രസിനകത്ത് ഭിന്നത ഉണ്ടാക്കുക, നേതാക്കന്മാരെ തമ്മിലടിപ്പിക്കുക. ഒരു ചിന്ത അങ്ങനെ ആ കട്ടിൽ കണ്ട് ശ്രീ പിണറായി വിജയൻ പഠിക്കാൻ പറ്റില്ല. ബോധ്യപ്പെടുത്തിയിരിക്കും കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാർക്കും. ഞങ്ങൾക്ക് അത് നമ്മളെല്ലാവരും ഒന്നിച്ച് തീരുമാനമെടുക്കും. അത് ആരെയും ഒരു കാര്യത്തിൽ മാറ്റി നിർത്താൻ കോൺഗ്രസിന് കഴിയില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇത് ഇരുമ്പ് മറയുള്ള പാർട്ടിയൊന്നുമല്ല. വിയോജനക്കുറിപ്പ് പറഞ്ഞാൽ അവൻ 52 വെട്ടി കൊന്നൊടുക്കുന്ന പാർട്ടിയല്ല. ഏതെങ്കിലും എതിർ ശബ്ദം കണ്ടാൽ ആ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ആ ആളെ തന്നെ ഇല്ലാതാക്കുന്ന പാർട്ടിയല്ല. ശബ്ദങ്ങൾ ഉണ്ടാക്കും പാർട്ടി കമ്മിറ്റികൾക്കകത്ത്. അത് നല്ല ജനാധിപത്യത്തിന്റെ കീഴ്വഴക്കങ്ങളല്ല. അത് കഴിഞ്ഞ് പാർട്ടി ഞങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകും. നമ്മളെല്ലാം ഒന്നിച്ച് മുന്നോട്ട് പോകും. കാരണം ഈ പാർട്ടിയുടെ ലക്ഷ്യം അതിവിശാലമായ ലക്ഷ്യമാണ്. മുന്നണി ലക്ഷ്യം വിശാലമായ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം എത്തുന്നത് വരെയുള്ള പോരാട്ടവും അതിനുശേഷം ജനങ്ങളെ സേവിക്കാനുള്ള പോരാട്ടവും ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതിന് നിങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കണം. ഞാൻ ഒരു ഒറ്റ കാര്യം പറയുള്ളൂ. നമ്മൾ സ്ഥാനാർത്ഥി നിർണ്ണയം KPCC തീരുമാനിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ മുഖ്യ ഉത്തരവാദിത്വം വാർഡെന്ന് പറഞ്ഞാൽ വാർഡിൻ്റെ സജീവമായ കമ്മിറ്റിയാണ് പറയുന്നത്. ഇലക്ഷന് വേണ്ടി കൂടുന്ന കുറേ ആൾ 50 പേരെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു സ്ഥാനാർത്ഥി പറഞ്ഞാൽ അതല്ല. ഇന്നു മുതൽ നിങ്ങൾ നോക്കുക, വാർഡ് കമ്മിറ്റിയുടെ മിനിറ്റ്സ് നോക്കുക, വാർഡ് കമ്മിറ്റി യോഗങ്ങൾ എത്ര പേര് പങ്കെടുക്കുന്നു നോക്കുക. അവർ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കുണ്ടാവും. അല്ലാണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വരുന്നവരല്ല വാർഡ് കമ്മിറ്റി. ഇന്നു മുതൽ വാർഡ് കമ്മിറ്റിക്ക് പരിപാടി കൊടുക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ റേഷൻ കടക്ക് മുമ്പിൽ അവർ സമരം ചെയ്യണം, മദ്യഷാപ്പുകൾക്ക് മുന്നിൽ സമരം ചെയ്യണം. അങ്ങനെ വാർഡ് കമ്മിറ്റി നടത്തുന്ന സമരങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നവർ, വാർഡ് കമ്മിറ്റി മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നവർ കോൺഗ്രസ്സുകാരായ കുതിച്ചു കൂടുമ്പോൾ ആ വാർഡ് എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, പുതിയ വാർഡ് പ്രസിഡന്റിനോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ഈ പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താണ്? നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ വാർഡ് പ്രസിഡന്റാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നിങ്ങളുടെ വാർഡിൽ നിന്നും ഒരു കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ പഞ്ചായത്ത് മെമ്പറെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതായിരിക്കണം. അതായിരിക്കണം നിങ്ങളുടെ മുഖ്യ ലക്ഷ്യം. അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ജയിക്കാൻ ആർക്ക് കഴിയും? ആരായാലും ആ വാർഡ് പ്രസിഡന്റുമാരോട് ഇപ്പം GCC പ്രസിഡന്റും KPC പ്രസിഡന്റും അനുവാദത്തോട് പറയാണ്, അങ്ങനെ വാർഡ് മെമ്പർമാരെ ജയിക്കുന്ന വാർഡ് പ്രസിഡന്റുമാർക്ക് പാർട്ടിക്കകത്ത് കൂടുതൽ അവസരങ്ങൾ നൽകാനുള്ള തീരുമാനവും പാർട്ടി അംഗീകരിക്കണം. വാർഡിൽ തോൽപ്പിക്കുന്നവരെ ആരെങ്കിലും ഇങ്ങനെ കുരുത്തക്കേട് കാണി തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ആ സ്ഥാനങ്ങളിൽ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള തീരുമാനവും നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കെട്ടുറപ്പോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തിരുവനന്തപുരം ജില്ലയിലെ പഞ്ചായത്തുകളിൽ, വാർഡുകളിൽ, കോർപ്പറേഷനുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ വിജയിപ്പിക്കാനുള്ള ഉജ്ജ്വലമായ ദൗത്യമാണ് ഈ യോഗം തുടങ്ങേണ്ടത്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഗാന്ധിയെ അപമാനിക്കുകയും ഗോഡ്സെയെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയെയും കൂട്ടരെയും അവർക്ക് നൽകുന്ന ശക്തമായ മറുപടി ഗാന്ധിജി ആഗ്രഹിച്ച പഞ്ചായത്ത് രാജിലേക്ക് നാട്ടിനെ മടക്കിക്കൊണ്ടുപോരാനുള്ള ശക്തമായ തീരുമാനത്തിൽ അതിനെ കൂടുതൽ ഫലവത്താക്കാൻ, ശക്തമാക്കാൻ ആ പഞ്ചായത്ത് രാജുകളിൽ കോൺഗ്രസ് ജയിക്കുക എന്നുള്ളതായിരിക്കണം. അത് നിങ്ങൾക്ക് അവസരമുണ്ടാകട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ വാർഡ് പ്രസിഡന്റുമാർക്കും എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.